ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബോൺ കണ്ടക്ഷൻ ഇയർഫോൺ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് എയ്ഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഇത് എല്ലാവർക്കും ഇതിൻ്റെ ഒരു യൂസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ നേരം നമ്മുടെ ചെവിക്ക് അകത്ത് ഇയർഫോണിൻ്റെ ബഡ്സ് വെക്കുന്നു. പക്ഷേ അത് കാരണം നമുക്കുണ്ടാകുന്നൊരു പുറത്തുനിന്നുള്ള സംസാരം നമുക്ക് കേൾക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കതൊരു തടസ്സമായിട്ട് വരിക, അല്ലെങ്കിൽ ഇയർ പെയിൻ നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെയുള്ള ആളുകളിലാണ് ഒരു യൂസ് ഉള്ളത്. അല്ലാത്തൊരു യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൈ കൊണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം നമുക്ക് ആ ചെവിയിൽ വെക്കേണ്ട, ഇത് നമ്മളെ മുഖത്തുള്ള രണ്ട് അസ്ഥികളിലാണ് ഇത് വെക്കുന്നത്. അതിൻ്റെ ആ കേൾക്കുന്ന ഭാഗം വരെ, അതായത് ടംബറൽ ബോൺ എന്ന് പറയുന്ന ആ ബോണിലാണ് ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരിക. അത് നമ്മളെ ഇയറിലെ ബാക്കിലായിട്ട് തന്നെ കൊളുത്തിട്ടിട്ട് ആ ബോണിലേക്കായിരിക്കും ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരിക. ഇത് ഷോക്സിൻ്റെ ഇയർ കണ്ടക്ഷൻ ഹെഡ്ഫോണാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ബാഗാണ്. ഇതിൽ ഷോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബാഗാണത്. പിന്നെ കാണുന്നത് കുറച്ച് പേപ്പേഴ്സാണ്. ആസ് യൂഷ്വൽ അതൊരു കാർഡാണ്. ആ കാർഡിൽ അതിൻ്റെ ആപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ QR കോഡ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട. പിന്നെ കാണുന്നത് ഒരു ക്വിക്ക് ഗൈഡുള്ള ഒരു പേപ്പർ വർക്കാണ്. അതിന് ഇനീഷ്യൽ ഫേസിൽ എങ്ങനെ അത് സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ അതിനകത്ത് വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കാണുന്നത് അതിൻ്റെ ഒരു മാനുവലാണ്. മാനുവൽ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, ചൈനീസ്, അറബിക്, ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കവറിലായിട്ട് അതിൻ്റെ ഒരു ചാർജിങ് വയർ കൊടുത്തിട്ടുണ്ട്. അത് ടൈപ്പ് എ ആണ് ഒരു അറ്റത്ത് വരുന്നത്, മറ്ററ്റത്ത് അതിൻ്റെ ഒരു പ്രൊപ്പറേറ്ററി പിന്നാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ വാട്ടർ പ്രൂഫ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുത്താണെന്ന് തോന്നുന്നു. കാരണം ടൈപ്പ് സിയും ടൈപ്പ് എ ഒക്കെ ആകുമ്പോൾ അതിന് വാട്ടർ പ്രൂഫ് ആക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും തോന്നുന്നു എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അവർ. പിന്നെ ഉള്ളത് വേറൊരു കവറിൽ ഒരു റബ്ബർ ബാൻഡ് പോലത്തെ കുറച്ച് വീതി കൂടിയ ഒരു ബാൻഡാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ കവർ ഹോൾഡ് ചെയ്യാനാണോ അതോ ഈ ഹെഡ്സെറ്റ് നമ്മളെ ചെവിയിലേക്ക് പിടിച്ച് നിർത്താനുള്ളതെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക്. പിന്നെ അതിനകത്തൊരു വാറണ്ടി കാർഡ്. ഇത്രയാണ് ബോക്സിലുള്ളത്. സോ നമുക്കിനി ഈ ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ആ കവറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കവറാണ് അതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. അവർ കവർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ബോൺ കണ്ടക്ഷൻ ഇയർഫോണ്. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അത് എടുക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ ബോൺ കണ്ടക്ഷൻ ഇയർഫോണിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചാർജർ അറ്റാച്ച് ചെയ്യാനുള്ള ഏരിയ കാണാം. അത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്ക് തന്നെ അത് അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് ശരിക്ക്. അതുപോലെ ഓൺ ഓഫ് സ്വിച്ച്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് അത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതുപോലെ ലെഫ്റ്റ് സൈഡിലൊരു സ്വിച്ച് കാണാം. അത് കോൾ ആൻസർ ചെയ്യാനും ഹാങ് ചെയ്യാനും നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്, പോസ് ചെയ്യുക, ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇതെടുത്ത് വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടംബറൽ ബോണിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതിൻ്റെ കേൾക്കുന്ന ഭാഗം ഇന്നിയറിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആൻഡ് ഇത് വെച്ചിട്ട് ഉള്ളൊരു ഫീല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ് എടുത്ത് നമുക്ക് വരുന്ന കോളുകൾ കേൾക്കാം, വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഇത് പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ അല്ലെങ്കിൽ യൂട്യൂബ് കാണാനോ ഇത് വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്കൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ ബോണിൽ. പിന്നെ എന്തോ ഒരു ഫാറ്റിക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് ഇങ്ങനത്തെ സൗണ്ടൊക്കെ ഹൈ നോയ്സുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നേരെ മറിച്ച് നമുക്ക് വരുന്ന കോളുകൾ നമുക്ക് കേൾക്കുന്നതിന് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് കുറച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഐഫോണാണ്. അപ്പോൾ നമുക്കതിനകത്ത് ഓട്ടോ കോൾ ആൻസർ എന്നുള്ള ഫംഗ്ഷൻ ഓണാക്കിയിടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോള് നമുക്ക് ഒരു ഇത്ര സെക്കൻഡ് വേണി സെറ്റ് ചെയ്ത് വെക്കാനില്ല. അപ്പോൾ ആ സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ ആൻസർ ആകും. സോ നമ്മളതിൽ പ്രത്യേകിച്ച് തൊടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ രണ്ട് കൈ ഉപയോഗിക്കാൻ പറ്റില്ല. കൈ ഞാൻ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണത് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൊളീഗിനോട് എപ്പോഴും സംസാരിക്കേണ്ടി വരും. നമ്മളെ വർക്കിൻ്റെ സമയത്ത് അവർ പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എന്തുകൊണ്ടും നല്ലതാണ്. എൻ്റെ അവസാനമായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. ഇത് ഷോക്കൂസിൻ്റെ ഓപ്പൺ റൺ പ്രോ മോഡലാണ്. ഇതിന് ഏകദേശം ആമസോണിലൊന്ന് എനിക്കായത് 17,000 അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ആവശ്യത്തിന് ഇത് അത്യാവശ്യം നല്ലതായിട്ടൊരു മോഡൽ കാണുന്നത്, അതുകൊണ്ട് പിന്നെ ഇതിലോട്ട് പോയി എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഈ ബോൺ കണ്ടക്ഷൻ ഇയർഫോണിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ എഴുതാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.